പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുമ്പളങ്ങയും തക്കാളിയൊക്കെ ചേർത്ത് നല്ലൊരു പുളിശ്ശേരിയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണിത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു കഷ്ണം കുമ്പളങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലെ കേട്ടോ. ഇനി അതിലേക്കൊരു 4-5 പച്ചമുളക് എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ടിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കണം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കുറച്ചും മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി കുമ്പളങ്ങയൊക്കെ ഒന്ന് പകുതി മുക്കാൽ വെന്ത് കഴിയുമ്പോൾ അതിൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് തക്കാളിയും കുമ്പളയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരപ്പൊന്ന് തിളപ്പിക്കണം കേട്ടോ. നല്ലപോലെ തിളയ്ക്കണം. ഇനി 1 കപ്പ് തൈര് അതേ ജാറിൽ തന്നെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ആ തൈര് ഉടഞ്ഞ് കിട്ടും. അതും കൂടെ അതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു വറവിട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു പിഞ്ച് ഉലുവ, 2 ഉണക്കമുളക്, ഒരു 2 ചെറിയ ഉള്ളി, കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി ചേർക്കണം. ഒരു നിറത്തിന് വേണ്ടി മാത്രം കേട്ടോ. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലൊരു പുളിശ്ശേരി തയ്യാറായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.